Students, today we are going to discuss the systematic analysis for cations. That is, first of all, we want to do the intergroup separation of the cations. നിങ്ങൾക്ക് തരുന്ന മിക്സ്ചറിൽ രണ്ട് ആനിയോണും രണ്ട് കാറ്റയോണും ആണ്. അപ്പോൾ നമുക്ക് ആദ്യം രണ്ട് ആനിയോണിനെ നമ്മൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണം, അതിൻ്റെ പ്രസൻസും അതുപോലെ കൺഫോർമേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നമ്മൾ ഒരുപാട് ആനിയോൺസുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാർബണേറ്റ്, അസറ്റേറ്റ്, ബോറേറ്റ്, ഓക്സലേറ്റ്, ഫ്ലൂറൈഡ്, then chloride, bromide, phosphate, nitrate and so on. So ഇങ്ങനെ നമ്മൾ ഒരുപാട് ആനിയോൺസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മളുടെ മിക്സ്ചറിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള രണ്ട് കാറ്റയോൺസുകളുണ്ട്. അപ്പോൾ ഈ രണ്ട് കാറ്റയോൺസുകൾ നമുക്ക് സെപ്പറേറ്റഡ് ആയിട്ട് ഓരോ ഗ്രൂപ്പുകളിൽ ആരൊക്കെയാണ് എന്നതാണ് നമ്മളിവിടെ ഇന്റർ ഗ്രൂപ്പ് സെപ്പറേഷനിൽ ചെയ്യുന്നത്. അപ്പം നമ്മൾ കാറ്റയോൺ അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യുന്ന റെസിഡ്യൂ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ആനിയോൺ അനാലിസിസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള സോഡിയം കാർബണേറ്റ് എക്സ്ട്രാക്റ്റിൽ അല്ലേ, അതിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു റെസിഡ്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ കാറ്റയോൺ അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ദാറ്റ് റെസിഡ്യൂ ഓർ ദ precipitate that existing in the filter paper can be used for the cation analysis. So that residue, ആ റെസിഡ്യൂനെയാണ് നമ്മളിവിടെ പറയുന്നത്. To the residue of the sodium carbonate extract, a little of dilute HCl is added. Now mostly നമ്മൾ ശ്രദ്ധിക്കേണ്ടത് we are following the micro analysis. ഓക്കെ, അപ്പോൾ നമ്മുടെ മാക്രോ അനാലിസിസ് എല്ലാം മൈക്രോയാണ്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന ഓരോ റിയേജൻസിൻ്റെയും എമൗണ്ട്സുകൾ എന്തായിരിക്കണം, ഡ്രോപ്സുകളായിരിക്കണം. സോ യു ആഡഡ് dilute HCl to that residue that you get from the sodium carbonate extract and it is centrifuged. നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്യുന്നു. സെൻട്രിഫ്യൂജ് ചെയ്യാൻ വേണ്ടി നമ്മൾ സെൻട്രിഫ്യൂജിങ് മെഷീനിൽ യൂസ് ചെയ്യുന്നു. ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ളത് റെസിഡ്യൂ നമ്മൾ ഡൈല്യൂട്ട് HCl നമ്മൾ ഡിസോൾവ് ചെയ്തു. അതിനെ നമ്മൾ ഏതിനകത്തോട്ടേക്കാണ് എടുക്കുന്നത്, സെൻട്രിഫ്യൂജിങ് ട്യൂബിനകത്തോട്ടേക്ക് എടുക്കുന്നു. ദെൻ ഇറ്റ് ഈസ് സെൻട്രിഫ്യൂജ്ഡ്. ഇപ്പോൾ സെൻട്രിഫ്യൂജ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിൽറ്റർ ചെയ്യുക എന്നതിനേക്കാളും നമ്മൾ ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സെൻട്രിഫ്യൂജ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്ത് നമ്മൾ കിട്ടുന്ന സമയത്ത് നമ്മൾ സെൻട്രിഫ്യൂജിങ് ട്യൂബിൽ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് നമുക്ക് താഴ്ഭാഗത്ത് കുറച്ച് കിട്ടുകയും ചെയ്യും. അതുപോലെ ക്ലിയർ സൊല്യൂഷനായിട്ട് നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഇവിടെ ക്ലിയർ സൊല്യൂഷനെയാണ് ഞാൻ എന്ത് പറയുന്നത്, സെൻട്രിഫ്യൂഗേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് പ്രസിപ്പിറ്റേറ്റ് എക്സിസ്റ്റിംഗ് ഇൻ ദ ബോട്ടം ഓഫ് ദ സെൻട്രിഫ്യൂജ് ട്യൂബ് ഇസ് എ റെസിഡ്യൂ. ഇപ്പം ഞാൻ ഈ ഒരു സ്കീമിനെ ഞാൻ അനലൈസ് ചെയ്യേണ്ടത് ഇങ്ങനെ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ വേയിലാണ്. ഞാൻ ഓൾറെഡി എടുത്തിരിക്കുന്ന റെസിഡ്യൂവിനകത്തോട്ടേക്ക് ഞാൻ ഡൈല്യൂട്ട് HCl ആഡ് ചെയ്തു. and it is taken in the centrifuge tube and that is centrifuged. ഞാൻ സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു സെൻട്രിഫ്യൂജ് ട്യൂബിൻ്റെ ബോട്ടമിൽ എനിക്ക് കുറച്ച് precipitate കിട്ടുന്നുണ്ടെങ്കിൽ that is a residue. ഇനി ഇല്ല എങ്കിൽ അത് ക്ലിയർ സൊല്യൂഷൻ ആണെങ്കിൽ എനിക്ക് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, സെൻട്രിഫ്യൂഗേറ്റ് മാത്രമേ ഉള്ളൂ. ചില സമയങ്ങളിൽ നമ്മൾക്ക് എന്തുണ്ടാകും, റെസിഡ്യൂ ഉണ്ടാകും, അതായത് precipitate താഴെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ നമുക്ക് ക്ലിയർ സൊല്യൂഷനായിട്ടുള്ള സെൻട്രിഫ്യൂഗേറ്റും ഉണ്ടായിരിക്കും. ഇനി റെസിഡ്യൂ ഉണ്ട് എങ്കിൽ, അതായത് precipitate ഉണ്ട് എങ്കിൽ, ഞാൻ ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് റെസിഡ്യൂ സെൻട്രിഫ്യൂഗേറ്റ് എന്ന ടേംസ് മാത്രമേ യൂസ് ചെയ്യുന്നേ ഉള്ളൂ. സോ ബി കെയർഫുൾ. നമുക്ക് കിട്ടിയിട്ടുള്ള ഫസ്റ്റ് ടൈം സെൻട്രിഫ്യൂഗ് ചെയ്ത സമയത്ത് കിട്ടിയ ആ റെസിഡ്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഷോസ് ദ പ്രസൻസ് ഓഫ് ഗ്രൂപ്പ് 1 കാറ്റയോൺ. നമ്മൾക്കറിയാം ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ദെൻ ഗ്രൂപ്പ് 3, ദെൻ ഗ്രൂപ്പ് 4 ആൻഡ് ഗ്രൂപ്പ് 5, ഇങ്ങനെ ഓരോ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് 1 കാറ്റയോൺസ് എന്ന് പറയുന്നത് ഏതാണ്, ലെഡ്. നമ്മൾ യൂസ് ചെയ്യുന്നത് ലെഡാണ്. എനിക്ക് തോന്നുന്നു ഇത് പറയുന്നതിന് മുൻപേ ഞാൻ ചെറിയ ഒരു ഗ്രൂപ്പിനകത്ത് ആരൊക്കെ ഉണ്ട് എന്നുള്ളത് ഞാനൊന്ന് പറയാം. ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഏതൊക്കെ കാറ്റയോൺസ് ആണ് ഏതൊക്കെ ഗ്രൂപ്പിൽ എക്സിസ്റ്റഡ് ആയി നിൽക്കുന്നത് എന്ന്. ഗ്രൂപ്പ് റിയേജൻസും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഞാനത് വീണ്ടും നമ്മൾ ആ സ്കീമിനകത്ത് പറയുന്നത് കൊണ്ട് ഐ എം നോട്ട് മെൻഷനിങ് ഹിയർ. ഗ്രൂപ്പ് 1 എന്ന് പറയുന്ന ഗ്രൂപ്പിൽ എക്സിസ്റ്റ് ചെയ്യുന്ന കാറ്റയോൺസ് എന്ന് പറയുന്നത് Ag+, Hg+ ആൻഡ് Pb+, La2+. ദെൻ ഗ്രൂപ്പ് 2വിൽ എക്സിസ്റ്റഡ് ആയിട്ടുള്ള കാറ്റയോൺസ് എന്ന് പറയുന്നത് ബിസ്മത്ത്, ദെൻ Cu2+, കാഡ്മിയം, As3+, Sb3+, ദെൻ Sn2+ ആൻഡ് Sn4+. ദെൻ ഗ്രൂപ്പ് 3യിൽ എക്സിസ്റ്റഡ് ആയിട്ടുള്ളത് Fe2+ ആൻഡ് Fe3+, ദെൻ Cr3+ ആൻഡ് Aluminium 3+. And in the group 4 it existing Ni2+, Cobalt 2+, Manganese 2+, and the Zinc 2+. And
മെജോറിറ്റി ഓഫ് കാറ്റയോൺസുകൾ നിങ്ങൾക്ക് തരുന്നത് 5th ഗ്രൂപ്പിലായിരിക്കും. നമുക്ക് ഫ്ലെയിം ടെസ്റ്റിലും കിട്ടാവുന്ന കാറ്റയോൺസുകൾ തന്നെയാണ്. ദാറ്റ് ഈസ് ദ ബേരിയം, കാൽഷ്യം ആൻഡ് ദ സ്ട്രോൺഷ്യം. ആൻഡ് ദ ലാസ്റ്റ് വൺ, നമ്മൾക്ക് ആ ഇന്റർ ഗ്രൂപ്പ് സെപ്പറേഷനിൽ ഒന്നും കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു റെസിഡ്യൂ നമ്മൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ അവിടെ വരുന്ന സെൻട്രിഫ്യൂഗേറ്റിനെ നമ്മൾ ഫെർദർ ആയിട്ട് ഗ്രൂപ്പ് 6 അനാലിസിസിന് വേണ്ടിയിട്ടാണ് കൊണ്ടുപോവുക. ദാറ്റ് ഗ്രൂപ്പ് 6 എക്സിസ്റ്റ് ചെയ്യുന്ന കാറ്റയോൺസ് എന്ന് പറയുന്നത് Mg2+, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദ അമോണിയ. ഓക്കെ, അപ്പം ഇത്രയും കാറ്റയോൺസുകളാണ് ഈ ഓരോ ഗ്രൂപ്പിനകത്തും എക്സിസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾക്ക് എക്സാമിനായിട്ട് എല്ലാ കാറ്റയോൺസുകളും തരാറില്ല. അപ്പം നമ്മുടെ സ്കീമിനകത്ത് തന്നിട്ടുള്ളത് നിങ്ങൾക്ക് എക്സാമിന് ഏതൊക്കെ കാറ്റയോൺസുകൾ വരാൻ ചാൻസ് ഉണ്ട് അത് മാത്രമേ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന സ്കീമിനകത്ത് എൻട്രി ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ, സോ ഓക്കെ, നമുക്ക് സ്കീം ഒന്നുകൂടെ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഫസ്റ്റ് ടൈം സെൻട്രിഫ്യൂഗ് ചെയ്ത സമയത്ത് എനിക്ക് റെസിഡ്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് റെസിഡ്യൂ ഷോസ് ദ പ്രസൻസ് ഓഫ് ഗ്രൂപ്പ് 1 കാറ്റയോൺ. ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത് ഡൈല്യൂട്ട് HCl ആണ്. ഡൈല്യൂട്ട് HCl ആഡ് ചെയ്തപ്പോൾ ഒരു precipitate ഫോം ചെയ്തു. then definitely that precipitate is the chloride of that cation. So lead മാത്രമാണ് നിങ്ങൾക്കുള്ളത്. So the lead chloride, you will getting the lead chloride. ഈ ലെഡ് ക്ലോറൈഡ് റെസിഡ്യൂവിനെ, ഇത് പ്രസൻസ് മാത്രമേ ആയിട്ടേ ഉള്ളൂ. നമ്മൾ ഈ precipitate എടുത്ത് നമ്മൾ പിന്നീട് ഫെർദർ ഓരോ ഗ്രൂപ്പിൻ്റെയും അനാലിസിസിനകത്തോട്ടേക്ക് പോകുന്നുണ്ട്. എനിവേ ഞാൻ ഇവിടെ പറഞ്ഞു നിർത്തുന്നു, ഓരോന്നിൻ്റെയും പ്രസൻസുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് ഞാൻ ഇനി ഇങ്ങനെ നോക്കുന്നു, ഹൊറിസോണ്ടലായിട്ട് നോക്കുന്നു. നമുക്ക് റെസിഡ്യൂം ഉണ്ടാകാം. ഇനി ഇൻ കേസ് റെസിഡ്യൂ ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് മനസ്സിലാക്കണം? ഇറ്റ് ഷോസ് ദ ആബ്സെൻസ് ഓഫ് ദ ഗ്രൂപ്പ് 1 കാറ്റയോൺ എന്ന്. ഇനി അവിടെ സെൻട്രിഫ്യൂഗേറ്റ് ഉണ്ട്. സെൻട്രിഫ്യൂഗേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് ചെയ്യണം? ഫെർദർ ആയിട്ട് ചെയ്യണം, നമ്മൾക്ക് അടുത്ത ഗ്രൂപ്പിനകത്തോട്ടേക്ക് കിട്ടണം. ഞാൻ ആ സെൻട്രിഫ്യൂഗേറ്റിനെ വാം ചെയ്യുന്നു, ദെൻ H2S ഞാൻ പാസ് ചെയ്യിക്കുന്നു, ദെൻ അതിനെ വീണ്ടും സെൻട്രിഫ്യൂഗ് ചെയ്യുന്നു. അപ്പോൾ സെൻട്രിഫ്യൂഗ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടാം? ഞാൻ വീണ്ടും സെൻട്രിഫ്യൂഗ് ചെയ്തു അല്ലേ? ഓൾറെഡി കിട്ടിയ സെൻട്രിഫ്യൂഗേറ്റിനെ ഞാൻ വീണ്ടും അതിനകത്ത് അത് വാം ചെയ്തു, H2S പാസ് ചെയ്തു. H2S പാസ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പ് 2 കാറ്റയോൺസ് ഉണ്ടെങ്കിൽ precipitate അവിടെ വരും. സോ ഈ H2S പാസ് ചെയ്തു, അതിനെ ഞാൻ വീണ്ടും സെൻട്രിഫ്യൂഗ് ചെയ്തു. സെൻട്രിഫ്യൂഗ് ചെയ്യുമ്പോൾ അടുത്തത് നിങ്ങൾ നോക്കേണ്ടത് ദ നെക്സ്റ്റ് വെർട്ടിക്കൽ ആൻഡ് ദ ഹൊറിസോണ്ടൽ കോളംസ് ആണ് നോക്കുന്നത്. ഈ സെൻട്രിഫ്യൂഗേറ്റിൽ നിന്ന് കിട്ടുന്ന റെസിഡ്യൂ precipitate ആണ് നേരെ താഴത്തോട്ടേക്ക് കാണിക്കുന്നത്. ഇനി ഇല്ലെങ്കിൽ അവിടെയുള്ള സെൻട്രിഫ്യൂഗേറ്റ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. എന്ത് ചെയ്യും എന്നുള്ളത്. സോ ഇഫ് റെസിഡ്യൂ ഇസ് ഫോംഡ് there when H2S is passed, if a precipitate is formed there, then it shows the presence of the group 2 cations. ഇവിടെ നമ്മൾ H2S പാസ് ചെയ്തു, ആൻഡ് നോർമലി ഇവിടെ precipitate ആയിട്ട് വരുന്നത് അല്ലേ കാറ്റയോൺസുകൾ സൾഫൈഡുകളായിട്ടാണ് precipitate ചെയ്യുന്നത്. Bi2S, കോപ്പർ സൾഫൈഡ്, then the cadmium sulfide. അപ്പോൾ ഇവിടെയും നമ്മൾക്കൊരു ചോയ്സ് ഉണ്ട്. മീൻസ് ചോയ്സ് അല്ല, നമ്മൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കിട്ടിയിട്ടുള്ള precipitate ഗ്രൂപ്പ് 2-വിൽ കിട്ടിയിട്ടുള്ള റെസിഡ്യൂ എന്ന് പറയുന്നത്, ഇഫ് ഇറ്റ് ഇസ് എ ബ്ലാക്ക് precipitate then it may be copper or bismuth. If it is a yellow precipitate then it may be cadmium. നമുക്ക് മേ ബി എന്നേ പറയാൻ പറ്റുള്ളൂ, നമുക്കത് അനലൈസ് ചെയ്ത് കൺഫേം ചെയ്യണം. ഓക്കെ, ദെൻ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇത് മനസ്സിലാക്കാനുള്ള ഒരു ചോയ്സ് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ റെസിഡ്യൂവിൽ ഒരു പക്ഷേ റെസിഡ്യൂ ഉണ്ടാകാം, സെൻട്രിഫ്യൂഗേറ്റ് ഡെഫിനറ്റ്ലി സെൻട്രിഫ്യൂഗേറ്റ് ഉണ്ടാകും. റെസിഡ്യൂ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു? ആബ്സെൻസ് ഓഫ് ദാറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നു. ദെൻ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ദ സെൻട്രിഫ്യൂഗേറ്റ്. അപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ള സെൻട്രിഫ്യൂഗേറ്റിനെ ഒരു കാറ്റയോൺ മാത്രമല്ല അല്ലേ, ചിലപ്പം ഗ്രൂപ്പ് 2-വിൽ ഒന്ന് precipitate ചെയ്തിട്ടുണ്ടാവും. നമ്മൾക്ക് അവിടെ എക്സ്പെരിമെൻറ്റ് നിർത്താനായിട്ട് പറ്റില്ല. നമ്മൾക്കത് ഫെർദർ ആയിട്ട് എന്ത് ചെയ്യണം? നമ്മളുടെ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യണം, എന്നാലേ നമുക്ക് നെക്സ്റ്റ് കാറ്റയോൺ എവിടെ വരുന്നു എന്നുള്ളത് കിട്ടുകയുള്ളൂ. എന്നാൽ ഞാൻ അതിനകത്തോട്ടേക്ക് വീണ്ടും സെൻട്രിഫ്യൂഗേറ്റിനകത്തോട്ടേക്ക് ഞാൻ H2S ബോയിൽ ഓഫ് അകത്തോട്ടേക്കല്ല, അതിൽ നിന്ന് ഞാൻ H2Sനെ എന്ത് ചെയ്തു? ബോയിൽ ഓഫ് ചെയ്തു. നേരത്തെ ആഡ് ചെയ്തിരുന്ന H2S ഞാൻ എന്ത് ചെയ്തു? ബോയിൽ ഓഫ് ചെയ്തു എന്ന് വെച്ചാൽ അതിനെ ഒഴിവാക്കി. ദെൻ കോൺസെൻട്രേറ്റഡ് ടു 1 ml. കോൺസെൻട്രേറ്റഡ് മീൻസ് അതിന് ഞാനൊന്ന് ഹീറ്റ് ചെയ്തു, അതിൻ്റെ എമൗണ്ടിന് ഞാൻ കുറച്ചു. ആൻഡ് ആഡ് 2 drops ഓഫ് കോൺസെൻട്രേറ്റഡ് HNO3. ഞാൻ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആഡ് ചെയ്തു. ദെൻ ഇറ്റ്സ് ബോയിൽഡ് അഗെയിൻ ആൻഡ് കൂൾഡ്. And to that I added excess of solid ammonium chloride, means ammonium chloride salt directly add ചെയ്യുന്നു. And to that 1:1 ammonia is added until the solution strong smells of ammonia.
And if the group 3 cations are presented, then you will getting a residue. And that residue again ഞാൻ എന്ത് നോക്കുന്നു, vertical column centrifugate column ആണ് നോക്കേണ്ടത്. If it contains a residue, then it indicates the presence of group 2 cations. ഇവിടെ cations precipitate ചെയ്യുന്നത് ആ cationസിന്റെ ഹൈഡ്രോക്സൈഡുകളായിട്ടാണ്. If ferric means FeOH thrice, aluminum hydroxide AlOH thrice, then CrOH thrice. അപ്പോൾ ഇങ്ങനെ കാറ്റിയോൺസുകൾ അതിൻ്റെ ഹൈഡ്രോക്സൈഡുകളായിട്ട് എന്ത് ചെയ്യുന്നു, precipitate ചെയ്യുന്നു. And if that precipitate is a white gelatinous precipitate, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഫോമാണ് വൈറ്റ് ജെലാറ്റിനസ്. ഇറ്റ് മേ ബി ദ അലൂമിനിയം. നമുക്ക് ഈ മൂന്നും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. റെസിഡ്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ വൈറ്റ് ജെലാറ്റിനസ് ആണെങ്കിൽ അലൂമിനിയം ആകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ദെൻ ആ precipitate റെഡിഷ് ബ്രൗൺ ആണെങ്കിൽ അത് എന്താകാനുള്ള പോസിബിലിറ്റി ഉണ്ട്, അയൺ ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, കൺഫേം ചെയ്യാനായിട്ട് പറ്റില്ല. എഗെയിൻ ദാറ്റ് സെൻട്രിഫ്യൂഗേറ്റ് അല്ലേ, നമുക്ക് ചിലപ്പോൾ റെസിഡ്യൂ ഉണ്ടാകാം, ഇല്ലാതിരിക്കാം, എനിവേ സെൻട്രിഫ്യൂഗേറ്റ് ഉണ്ടാകും അല്ലേ. സോ ദാറ്റ് സെൻട്രിഫ്യൂഗേറ്റിനകത്തോട്ടേക്ക് ഞാൻ ഫെർദർ ഫെർദർ എക്സ്പെരിമെന്റ്സ് ഫെർദർ പ്രൊസീജിയർ ചെയ്യാണ്. എ ഡ്രോപ്പ് ഓഫ് അമോണിയം സൊല്യൂഷൻ ഇസ് ആഡഡ് ടു ദാറ്റ് സെൻട്രിഫ്യൂഗേറ്റ് and H2S is passed again till precipitation is completed. And again H2S pass ചെയ്തു, precipitation complete ആക്കി ഞാൻ അതിനെ വീണ്ടും സെൻട്രിഫ്യൂഗ് ചെയ്യുന്നു. നമുക്ക് again എന്ത് കിട്ടുന്നു, we will get a residue and a centrifugate. Residue ഉണ്ടെങ്കിൽ it shows the presence of group 4 cations. നമുക്ക് ഒരുപാട് പേര് ഇവിടെ H2S യൂസ് ചെയ്തു, അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ കാറ്റിയോൺസുകൾ എന്തായിട്ടാണ് precipitate ചെയ്യുന്നത്, അവയുടെ സൾഫൈഡുകളായിട്ടാണ് precipitate ചെയ്യുന്നത്. That indicates the cations may be precipitated as the cobalt sulfide, nickel sulfide, manganese sulfide and the zinc sulfide. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ തരാൻ ചാൻസസ് ഉള്ള കാറ്റിയോൺസ് ആണ്, കാരണം 4 കാറ്റിയോൺസുകളും ബേസിക്കലി തരാൻ ചാൻസസ് ആയിട്ടുള്ള കാറ്റിയോൺസുകളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് നിങ്ങൾക്ക് കിട്ടിയ precipitate, ഇവിടെ ഞാനൊരു ലൈന് ഉണ്ട് പക്ഷേ അതിവിടെ കൊടുത്തിട്ടില്ല, നിങ്ങളങ്ങനെ മനസ്സിലാക്കാം. അപ്പോൾ ഈ ഗ്രൂപ്പ് 4-ൽ ബ്ലാക്ക് ആണ് ആ കിട്ടിയിട്ടുള്ള precipitate എങ്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞു ഏതൊക്കെ ചാൻസസ് ഉണ്ട്, 4 കാറ്റിയോൺസ് ആകാം അല്ലേ, കൊബാൾട്ട് ആകാം, നിക്കൽ ആകാം, മാംഗനീസ് ആകാം, സിങ്ക് ആകാം. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ജസ്റ്റ് ഒരു ഐഡന്റിഫിക്കേഷന് വേണ്ടി ബ്ലാക്ക് ആണ് ആ precipitate എങ്കിൽ ഇറ്റ് മേ ബി കൊബാൾട്ട് ഓർ നിക്കൽ. ഇഫ് ഇറ്റ് ഇസ് ഫ്ലഷ് കളേർഡ് ദാറ്റ് മേ ബി മാംഗനീസ്, ആൻഡ് ഇഫ് ഇറ്റ് ഇസ് എ ഡർട്ടി വൈറ്റ് ദെൻ ഇറ്റ് മേ ബി സിങ്ക്. അപ്പം ഇങ്ങനെ ഒരു 3 ഓപ്ഷൻസുകൾ നമ്മൾക്ക് അവിടെയുണ്ട്. പക്ഷെ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. വി വാണ്ട് ടു ഗോ ഫോർ ദ ഫർദർ അനാലിസിസ് ഫോർ ദാറ്റ് ഗ്രൂപ്പ്, ദാറ്റ് മീൻസ് ഫോർ അനാലിസിസ് ഓഫ് ദ ഗ്രൂപ്പ് 4 cation. Then that centrifugate is again treated with that means that H2S is boiled off. നേരത്തെ ഉണ്ടായിരുന്ന H2S boil off ചെയ്തു, and it is cooled and a little of the solid ammonium chloride is added, and the solution is made alkaline by 1:1 ammonia, and to that a slight excess of ammonium carbonate solution is added. നമ്മൾ ആരെ കൂടെ ആഡ് ചെയ്തു, അമോണിയം കാർബണേറ്റ് സൊല്യൂഷനും കൂടെ ആഡ് ചെയ്തു. അപ്പം നമ്മൾ ഈ ഓരോ ഗ്രൂപ്പ് സെൻട്രിഫ്യൂഗേറ്റിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്നവയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രൂപ്പ് റിയേജൻസ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ടാബ്ലർ കോളത്തിൽ വ്യക്തമായി കൊടുത്തിരുന്നു ഗ്രൂപ്പ് റിയേജൻറ്റ് എന്താണ് എന്നുള്ളത്. സോ അതൊക്കെയാണ് ഞാനിവിടെ ബോൾഡായി കൊടുത്തിട്ടുള്ളത്. അമോണിയം കാർബണേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുന്നു, ദെൻ ഹീറ്റ് ചെയ്യുന്നു ആണ് വാട്ടർ ബാത്ത്. നിങ്ങൾ വാട്ടർ ബാത്തിലൊന്നും വെച്ച് ചെയ്യുന്നില്ല, നമ്മൾ ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് ഹീറ്റ് ചെയ്യുന്നു, ദെൻ ഇറ്റ് ഈസ് സെൻട്രിഫ്യൂജ്ഡ്. നമുക്ക് എന്ത് കിട്ടുന്നു, you will get a residue and a centrifugate. ഇത് 2 കോളമാണ്, നിങ്ങളത് മനസ്സിലാക്കണം. ഓക്കെ, റെസിഡ്യൂ ഉണ്ടെങ്കിൽ ഇറ്റ് ഷോസ് എ പ്രസൻസ് ഓഫ് ഗ്രൂപ്പ് 4 cation, ഗ്രൂപ്പ് 5 cation. ഗ്രൂപ്പ് 5 cation നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാറ്റിയോൺസ് ആണ്. ദെൻ ബേരിയം കാർബണേറ്റ് ആയിട്ട് ഇവിടെയുള്ള കാറ്റിയോൺസുകൾ ആരായിട്ട് precipitate ചെയ്യുന്നു, they are precipitating as their carbonates, barium carbonate, calcium carbonate and the strontium carbonate. ഇനി ഇവയിൽ ഒന്നും എന്തായിട്ടില്ല, റെസിഡ്യൂ കാണിച്ചിട്ടില്ല. ദാറ്റ് സെൻട്രിഫ്യൂഗേറ്റിന് ഞാൻ ഫെർദർ ഏത് അനാലിസിസിനകത്തോട്ടേക്ക് വേണ്ടി പോകുന്നു, ഗോയിങ് ഫോർ ദ ഗ്രൂപ്പ് 6 cation അനാലിസിസ്. ബേസിക്കലി നിങ്ങൾക്ക് ഏത് കാറ്റിയോൺ മാത്രമേ തരാറുള്ളൂ, ഇവിടെ മെഗ്നീഷ്യം മാത്രമേ തരാറുള്ളൂ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരു ഇന്റർഗ്രൂപ്പ് സെപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. ചില സമയത്ത് നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പിലും precipitation വരാതിരിക്കും. നിങ്ങളിങ്ങനെ ഇന്റർഗ്രൂപ്പ് സെപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു ഗ്രൂപ്പിലും precipitation വരാതിരിക്കുമ്പോൾ ഇറ്റ് ഡസൻറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് യുവർ
your residue doesn't consisting of any cations. നിങ്ങൾ ചെയ്യുന്നതിൽ മേ ബി ചില റേഷ്യോസിൻ്റെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യില്ല, precipitate ചെയ്യില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ആഡ് ത്രൂ പ്രാക്ടീസ് ഓൺലി ഇത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. പ്രാക്ടീസ് അഗെയിൻ യു വിൽ ഗെറ്റ് ദ കറക്റ്റ് റിസൾട്ട്. എനിവേ നല്ല രീതിയിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് 2 കാറ്റയോൺസുകൾ ഇവിടെ precipitate ചെയ്തു വരും. അത് ഒന്നുകിൽ അത് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3 ആൻഡ് ഗ്രൂപ്പ് 4 അതല്ലെങ്കിൽ ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3 ഏതെങ്കിലും ഒന്ന് എവിടെയുമായിരിക്കാം, ഗ്രൂപ്പ് 6 ആയിരിക്കാം. ദാറ്റ് മീൻസ് 6 അത് പോകും. അതല്ലെങ്കിൽ ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു കാറ്റയോണും ഒരു അമോണിയയും ആയിരിക്കാം. അമോണിയയുടെ ടെസ്റ്റ് വേറെ തന്നെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇനി അത് മാത്രമല്ലെങ്കിൽ രണ്ടും ഈ ഗ്രൂപ്പിനകത്ത് തന്നെ വരുന്നതായിരിക്കാം. ഒരാൾക്ക് ലെഡും തന്നു, അതുപോലെ മാംഗനീസും തന്നു കഴിഞ്ഞാൽ എങ്ങനെ വരണം, ലെഡ് ഫസ്റ്റ് ഗ്രൂപ്പിൽ precipitate ചെയ്യണം, മാംഗനീസ് എവിടെ precipitate ചെയ്യണം, ഗ്രൂപ്പ് 4 precipitate ചെയ്യണം. ഇനി അൺവാണ്ടഡ് ആയിട്ടുള്ള ചില precipitatesകളും വരാം. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കാർബണേറ്റ് എക്സ്ട്രാക്ട് ഉണ്ടാക്കുന്ന സമയത്ത് 1-2 തവണ എക്സ്ട്രാക്റ്റുകൾ ഉണ്ടാക്കി വെക്കണം. അതിൽ നിന്നുള്ള റെസിഡ്യൂ ആണ് നമ്മൾ ഇതിന് ഫെർദറായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എടുക്കുന്ന ഒരു സ്പാച്ചുല മിക്സ്ചറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിനകത്ത് നിങ്ങളുടെ മിക്സ് ചെയ്തത് നന്നായിട്ടില്ലെങ്കിൽ ചിലപ്പോൾ എല്ലാ കാറ്റയോൺസുകളും നിങ്ങൾക്ക് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടണമെന്നില്ല. സോ ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ കോൺടാക്ട് മീ. ഓക്കെ.